നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അടുത്ത 50 വർഷത്തേക്ക് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് BJP ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പേര് കമൻസ് ഇട്ടു. 50 വർഷം എങ്ങനെയാണ് മോഡി ജീവിക്കാൻ പോകുന്നത്? 75 വയസ്സായില്ലേ? ഇത് മനുഷ്യ അദ്ദേഹം ആരാണ്? അത്ഭുത എന്ന് പറയുന്ന ഒരു ഒരു അത്ഭുത വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് കമൻസ് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താണ്, എങ്ങനെയാണ് മോഡി 50 വർഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നറിയില്ല. ഒരുപാട് പേര് ചിന്തിക്കുമായിരിക്കും ഞാനൊരു മോഡി ഭക്തനാണ്, അല്ലെങ്കിൽ ഞാനൊരു BJP-ക്കാരൻ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പം എൻ്റെ പോളിസി വളരെ സിമ്പിളാണ്. ആര് ഭരിച്ചാലും ബിസിനസ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ആ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അതായത് ജോബ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളെ പോലുള്ള കുറച്ച് ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷം, അത് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആയാലും വരാൻ സാഹചര്യം ഉണ്ടാക്കണം. അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. പക്ഷേ ഞാനൊരു എൻ്റെ കാര്യങ്ങളെ കുറച്ചും കൂടി കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുകളിൽ നിന്ന് എന്നെക്കാട്ടും കൂടുതൽ അറിവുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ ക്ഷമയോടെ കേട്ട് അവരുന്ന പല കാര്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഗുജറാത്തികളുടെ കൂടെയാണ് അമേരിക്കയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാൻ സാധിച്ചു. എന്തെങ്കിലും അമേരിക്കയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പുറകിൽ ഗുജറാത്തികളാണ്. കാരണം അവരുടെ ഒരു ഒരു മനോഭാവം, അവരുടെ എന്തിനെ കാണുന്ന രീതി. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ വീഡിയോ പറഞ്ഞു ഗുജറാത്തി കുട്ടികളുടെ, കാരണം കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ മനോഭാവം, അവരൊക്കെ നമ്മളെക്കാട്ടൊക്കെ ഒരു 10-30 വർഷം മുമ്പിലാണ് അവരുടെ ചിന്താഗതി. വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് മോഡി എങ്ങനെയായിരിക്കും ഇന്ത്യ അടുത്ത 30, 50, 100 വർഷം ഭരിക്കാമെന്നും പറഞ്ഞാണ്. അതായത് ഇപ്പൊ എൻ്റെ ഗുജറാത്തി സുഹൃത്ത് പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് 2014 മോഡി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേറ്റു. അപ്പോൾ ഏകദേശം 28 വർഷത്തോളമായി ഗുജറാത്ത് BJP ഒരുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഗുജറാത്തിൽ മോഡി ഒരു ഒരു ബെഞ്ച് മാർക്ക്, ഒരു സ്ഥിരത, ഒരു സെറ്റ് ചെയ്ത് പോയി. അതായത് ഇതിന് താഴേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഒരു കാരണവശാലും. അദ്ദേഹം പറയുന്നത് മോഡി പോയതിനു ശേഷം അഴിമതി കൂടി. അപ്പോൾ നമ്മൾ മരിച്ചുപോയി വിജയ് രൂപാണി, പിന്നെ ഒരു ആനന്ദ് ബെഹ്റ, അങ്ങനെ ഒരുപാട് പേര് മുഖ്യമന്ത്രിമാർ വന്നുപോയി. അദ്ദേഹം ക്വാളിറ്റി ഇല്ലാതായി, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നു അതായത് ക്വാളിറ്റികൾ ഇല്ലാതായി. 25 വർഷം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം വരും. പക്ഷേ ഒരു ഒരു സ്റ്റാൻഡേർഡ് അദ്ദേഹം സെറ്റ് ചെയ്തു. 12 വർഷം അദ്ദേഹം ആയിരുന്നപ്പോൾ ആ സ്റ്റാൻഡേർഡ് താഴേക്ക് വരാൻ അദ്ദേഹം സമ്മതിക്കില്ല. ശരിയാണ്, ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ആ സ്റ്റാൻഡേർഡ് ആണ് ഇന്നും BJP അവിടെ വോട്ട് വാങ്ങിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സൂറത്ത് അദ്ദേഹം പറയുകയാണ്, സൂറത്ത് ജില്ലയിലെ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ 18 സീറ്റിലും 10ലും 15 എണ്ണത്തിന് പൊട്ടുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം പറയുന്നത് അത്രയധികം ഭരണവിരുദ്ധ വികാരമായിരുന്നു സൂറത്തിലെ BJP MLA-മാർക്കെതിരെ ജനങ്ങൾക്ക്. പറഞ്ഞ വാക്കുകളൊന്നും ഒന്നും പാലിച്ചില്ല. അവര് പൊട്ടുമെന്ന്, തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹം പറയുകയാണ് ഇലക്ഷന്റെ ഒരു 4 ദിവസം മുമ്പ് ശ്രീമാൻ മോഡി സൂറത്ത് എയർപോർട്ടിൽ വന്നു. സൂറത്ത് എയർപോർട്ടിൽ നിന്ന് സൂറത്തിൽ ആ ജംഗ്ഷൻ, അവിടെ ടൗൺ വരെ പദയാത്ര, അദ്ദേഹത്തിന്റെ പദയാത്ര നമ്മൾ കാണുന്നതാണ്. ആ പദയാത്രയിൽ മറിഞ്ഞു വോട്ടുകൾ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം മോഡി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് ശരിയാണ്, ഇവന്മാര് കൊള്ളരുതാത്തവരാണ്, പക്ഷെ മോഡി ഗ്യാരണ്ടി, ഇതാണ് അവിടെ വിജയിപ്പിക്കുന്നത്. ഇതായിരിക്കും നാളെ മോഡി റിട്ടയർമെന്റ് എടുത്ത് വനവാസത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം ആശ്രമ ജീവിതത്തിന് പോയാൽ പോലും അദ്ദേഹം BJPക്ക്, പാർട്ടിക്ക് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇതിലേക്ക് താഴേക്ക് വരാൻ പാടില്ല. അത് ഉറപ്പായിട്ടും അടുത്ത വരാൻ പോകുന്ന കാര്യസേവകർ ചെയ്തിരിക്കും, ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഈ പല കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് AC മുറിക്കിരുന്ന കനകുളു ആണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. അതായത് ഈ ശ്രീമാൻ മോഡി എന്ന് പറയും, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയാം, ഇന്ത്യയിൽ മോഡി പോകാത്ത ജില്ലകളില്ല. മുക്കാൽ പങ്കും ഇന്ത്യയിലെ 90% ജില്ലകളിലും അദ്ദേഹം പോയി ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് രാവിലെ രാവിലെ സംസാരിക്കുന്നു, ഉച്ച കഴിഞ്ഞ് അദ്ദേഹം നേരെ ഫ്ലൈറ്റ് കയറി ബംഗാളിൽ പോയി പ്രസംഗിക്കുന്നു, തിരിച്ച് രാവിലെ വന്ന് വീണ്ടും സംസദിൽ സംസാരിക്കുന്നു. അത്രയധികം എന്താ പറയുക, എനർജറ്റിക്. അതായത് കൈവെള്ളയിലാണ് അദ്ദേഹത്തിന് ഇന്ത്യ എന്താന്നുള്ളത്. AC മുറിയിൽ ഇരുന്നു കൊണ്ട് കനകുലുവെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കേസിയും ചെയ്യുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നും നേരം വെളുക്കും. ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കി പറഞ്ഞു. അതായത് കേരളത്തിലെ ഒരു ചിന്താഗതിയുണ്ട്, ഈ മോഡി വർഗീയവാദിയാണ്, ഫാസിസ്റ്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ ഫാസിസ്റ്റ് ആക്കി, വർഗീയവാദി ആക്കി മാറ്റുന്നത്? സിമ്പിൾ പറയും, എനിക്കൊരു കൊച്ചു ചാനലുണ്ട്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, എന്നാൽ പോലും എനിക്ക് പോലും ഒരു ചുരുക്കം ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ ചാനലിൽ ഞാൻ രാവിലെ ഒന്നിരുന്ന് പറയുക, മോഡി ഫാസിസ്റ്റ്, മോഡി വർഗീയവാദി, അഴിമതിക്കാരൻ എന്ന് രാവിലെ പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ച് പോകും. ആളുകൾ അവൻ പറഞ്ഞത് ശരിയാന്ന് തോന്നുന്നു. ഇതാണ് കേരളത്തിലെ ചാനൽസ് പറയുന്നത്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു 10-20 വർഷമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ മറ്റേ മത്തായച്ചൻ്റെ ചാനലിലും ഒക്കെ ചാനലിൽ ഇരുന്നിട്ട് മരമുറി ചാനലിലേക്ക് ഇരുന്ന് പറയുന്നത് എന്താണ്?
മോഡി ഫാസിസ്റ്റ്. ഇത് കേൾക്കുന്ന രാവിലെ മുതൽ ഈ ചാനൽ കേൾക്കുന്ന, കാരണം കേരളത്തിൽ വേറെ ഒരു വിനോദപരമായിട്ട് വേറെ ഒന്നുമില്ല പല ആളുകൾക്കും. അപ്പൊ രാവിലെ മുതൽ കേൾക്കുന്ന എന്താണ്, അവർ വിശ്വസിക്കുന്ന, അവർ ആരാധിക്കുന്ന ചാനലിലെ അവതാരകര് മോഡി ഫാസിസ്റ്റ്, മോഡി വർഗീയവാദി, അവൻ അങ്ങനെയാണ്, അഴിമതിയാണ്, BJP എന്ന് പറയുന്ന അഴിമതി പാർട്ടിയാണ് എന്ന് രാവിലെ മുതൽ പറയാൻ തുടങ്ങിയാൽ ആളുകൾ വിശ്വസിച്ചു പോകും. അങ്ങനെയാണ് ആളുകളുടെ രീതി. ഇമ്പാക്ട്ഫുൾ, വിഷ്വൽ ഇമ്പാക്റ്റ്, പിന്നെ ഘോരം ഘോരം സംസാരിക്കുക, ആമുഖമായിട്ട് ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു പോവുകയാണ്. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്, വേറെ ഒന്നുമല്ല. അദ്ദേഹം എന്ത് വർഗീയതയാണ് കഴിഞ്ഞ 15 വർഷമാണ് എന്ത് വർഗീയത ചെയ്തിരിക്കുന്നത്, നിങ്ങളൊന്ന് പറ. എനിക്കൊന്ന് അറിയാൻ വേണ്ടി എൻ്റെ പൊന്നു ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്ത് വർഗീയതയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ദില്ലി പോയിട്ടുണ്ട്, ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ നോട്ട് ബന്ദി 2016 നവംബർ 8 നോട്ട് നിരോധിച്ചപ്പോൾ ഞാൻ ഗുജറാത്തിലായിരുന്നു. ഞാൻ അന്നൊരു ബിസിനസ് ആവശ്യത്തിന് ഉദയ്പൂരിൽ തിരിച്ചു വരികയായിരുന്നു അഹമ്മദാബാദിലേക്ക്. എൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, മുസ്ലിം സുഹൃത്ത്. അദ്ദേഹം ഫോണിൽ പറയുകയാണ്, അമാര മോഡിജി നോട്ട് 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 ബന്ദി കർ ദിയ, നോട്ട് നിരോധിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ ഒന്നും അലമ്പില്ല, ഒന്നുമില്ല. അത്രയധികം സപ്പോർട്ടാണ് മോഡിക്ക് ഗുജറാത്തിലെ. കാരണം എന്തുകൊണ്ടാ, അദ്ദേഹം ആ ക്യാബ് ഡ്രൈവർ പറയാണ്, സാറോട് വന്നിരിക്കുന്നത് ബിസിനസ്സിന് വേണ്ടി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വന്നേ, എൻവയറമെന്റ് ഫ്രണ്ട്ലി, ബിസിനസ് ഫ്രണ്ട്ലി. സാറോട് വന്നുകൊണ്ട് എനിക്ക് ഓട്ടം കിട്ടി, ഉദയ്പൂരിൽ പോയി 14,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടി. എനിക്കത് മതി. ആളുകൾ വരണം, ആര് ഭരിക്കുന്നു എന്നല്ല, എൻവയറമെന്റ് ഫ്രണ്ട്ലി. ഇപ്പൊ കേരളത്തില് 1 രൂപ മുടക്കി ഒരു പ്രസ്ഥാനം പോലും തുടങ്ങി എനിക്ക് പേടിയാ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മതി ഞാൻ കഷ്ടപ്പെട്ടുണ്ടായി പണമൊക്കെ കളയാൻ. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് വർഗീയതയാണ് കഴിഞ്ഞൊരു ഒന്നര പറയുന്ന 10-15 വർഷമായി ഇന്ത്യയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ പലരോടും ചോദിച്ചു, അവരെല്ലാം പറയുന്നത് മണിപ്പൂരിനെ പറ്റി. ഞാൻ കടക്കുന്നില്ല, എനിക്ക് അറിയണം, എൻ്റെ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് വർഗീയതയാണ് അദ്ദേഹം കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? ഒന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞ പൊരുൾ എന്ന് പറയുന്നത്, ഇന്ത്യയെ കൈവെള്ളയിൽ അറിയാം. അദ്ദേഹം ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. BJP പാർട്ടിക്ക് അതേപോലെ മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ഈ നമ്മുടെ ഫൗണ്ടേഴ്സ് പറയില്ലേ, ആപ്പിളിന്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം ഒരു ബെഞ്ച് മാർക്ക്, ഒരു ക്വാളിറ്റി സെറ്റ് ചെയ്ത് പോയി. പിന്നെ ഒന്ന് ടിം കുക്കിനും ടീമുകൾക്കും ആ ഒരു സെറ്റ് മാർക്ക് പോയാൽ മതി. റിലയൻസ് ആയാലും അല്ലെ, അച്ഛൻ അംബാനി ഒരു ബെഞ്ച് മാർക്ക്, ഒരു ക്വാളിറ്റി ഉണ്ടാക്കി. ആ മക്കളായിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ മതി, അലമ്പാക്കാതിരുന്നാൽ മതി, അത് മാത്രം മതി. പിന്നെ ഈ കനകുലുവിനെ പോലെ ആളുകളുണ്ടെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാകില്ല. കാരണം AC മുറിക്കാതിരുന്നുകൊണ്ട് ഡേറ്റകളും മറ്റേ ഡേറ്റാ സെന്ററിലും വെച്ച് എക്സലിലും പിന്നെ കുറെ സ്പ്രെഡ്ഷീറ്റ് വെച്ചുകൊണ്ടൊന്നും ഇന്ത്യ ഭരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇറങ്ങിച്ചെന്ന് പൾസ് അറിയണമെങ്കിൽ ഓരോ ഗ്രാമത്തിലും ഉറങ്ങണം, ഗ്രാമത്തിലെ ആളുകളുമായി സംസാരിക്കണം. അത് നേതാക്കന്മാർ മുഖേനയല്ല, മോഡിക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് കാര്യകർത്താക്കളാണ്. അത് RSSനെ പലരും ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് പോകുന്ന പല ആളുകളുണ്ട്, അവരാണ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. അല്ലാണ്ട് കേരളത്തിലെ ഈ പറയുന്ന ഈ ഫണ്ട് നോക്കിയിരിക്കുന്ന നേതാക്കന്മാരൊന്നുമല്ല. ചുരുക്കം എന്ന് പറയുന്നത്, ഒരു 50 വർഷത്തേക്ക് മോഡി എങ്ങനെ ഭരിക്കുമെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു.